മാറിയ ജീവിതശൈലി അത് തന്നെയാണ് PCODക്കും റീസൺ ആവുന്നത്. ഡെഫിനറ്റ്ലി എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, ജനറ്റിക് ഇൻഫ്ലുവൻസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ PCOD പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. 2 തരം ഗ്രൂപ്പാണ് മെയിൻലി ഉള്ളത്. ഒബീസ് ആയിട്ടുള്ളവർക്ക്, വണ്ണം ഉള്ളവർക്ക് വരുന്ന PCOD, മെലിഞ്ഞിരിക്കുന്നവർക്ക് വരുന്ന PCOD. പല ആൾക്കാർക്കും അറിയില്ല PCOD എന്നുള്ളതാണ്. പിന്നെ 100-ൽ 25% ആൾക്കാർക്ക് അൾട്രാസൗണ്ട് വഴി PCOD ഡിറ്റക്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വെച്ചിട്ടായിരിക്കും. മുഖത്ത് രോമ വളർച്ച കൂടുക, പിഗ്മെന്റേഷൻസ് വരിക, അല്ലെങ്കിൽ അമിതമായി ആക്നീസ്, മുഖക്കുരു വരിക, കൃത്യതയുള്ള മെൻസസ് ആയിരിക്കും, ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും. പിന്നെ ഈ പുരുഷന്മാർക്ക് വരുന്ന പോലെ ബൈടെമ്പറൽ ബാൽഡനസ്, ഹെയർലൈൻ റിസീഡ് ചെയ്തിട്ട് കുറച്ച് ആൻഡ്രോജനിക് അലോപീഷ്യ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ പേഷ്യൻസ് വരുന്നത്. ചിലപ്പം സാധാരണ യൂഷ്വലി ഒരു 15 വയസ്സ് മുതൽ ശരിക്കും 35 വയസ്സ് വരെ ഉള്ളവർ ചിലപ്പോൾ പ്രസവം നിർത്തിയിട്ട് ഇതുപോലെ മുഖക്കുരുവും പിഗ്മെന്റേഷനും ഹെയർ ലോസും ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. മെൻസ്ട്രൽസ് അപ്പോൾ അത് വണ്ണം കൂടിയിട്ട് വരുന്നതാണ്. ബോഡി മാസ് ഇൻഡെക്സ് കൂടുമ്പോൾ നമ്മൾ 18 to 25 നിൽക്കേണ്ട ബോഡി മാസ് ഇൻഡെക്സ് 28-30 ഒബീസ് റേഞ്ചിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ PCOD. നമ്മുടെ സ്ത്രീ ഹോർമോൺസായി ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തമ്മിലുള്ള വ്യത്യാസം. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കൂടുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുകയും ഇതിനെ ബ്രെയിനിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസിൻ്റെ വ്യത്യാസവും കാരണമാണ് PCOD വരുന്നത്.